ഞങ്ങളെങ്ങനെ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഫ്ലൈ ഓവറിന്റെ അടിയിലെ പാർക്കിലാണ്. എവിടെ നമ്മളെ ഇവിടെ ബർത്ത്ഡേ ആയിട്ട് പപ്പട കാലം കിടക്കുന്നത് നമ്മുടെ പപ്പട സുനു മേടിച്ചെന്ന ഗിഫ്റ്റ് അല്ലേ? ഓ സൂപ്പർ സൂപ്പർ. ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന സുനുവിന് ഞാനൊരു ഉമ്മ തരട്ടെ. അന്നില്ലേ പറ്റിച്ചേ കണ്ടോ? അതെ ചെരുപ്പൊക്കെ ഊരി എറിഞ്ഞ് പിന്നെ അല്ല തന്നെ മോൻ. ഇനി അവനോട് അവന് വയ്യ, ആ സൈക്കിൾ ഓട്ടാൻ പറ്റുന്നില്ല. നീ ഇത് വിടും ചെല്ലു മോനെ, അത് വിട്ടു. അത് നീ എടുത്തോ പൊട്ട പൊടി വെച്ചിട്ട് മോൻ കയറി. നീ അത് വെച്ചോട്ട് വേണ്ട വേണ്ട, നീ അതിലേ പോയി അതിലേ ഇറങ്ങി. ഒരെണ്ണം മേളിലോട്ടാക്കാതെ പോട്ട് തിരിച്ച്. മതി മതി, ഇനി ചവിട്ട് ഇനി ചവിട്ട്. പോട്ട് 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 നോക്കണ്ട. അങ്ങനെ നമ്മുടെ മക്കളുമായിട്ട് നല്ലൊരു ദിവസമായിട്ട് നമ്മൾ പുറത്ത് വന്നിരിക്കുകയാണ്. സൈക്കിളൊക്കെ ഉണ്ട്, സൈക്കിളായിട്ട് വേണ്ട. എൻ്റെ മോള് എൻ്റെ മോൻ്റെ അപ്പുറത്തുണ്ട്. അത് എന്ത് ബ്ലറാവുന്നു ഇതൊക്കെ. രാത്രി വേണ്ടെന്ന് വീഡിയോ ഒക്കെ ബ്ലറാവുന്നുണ്ട്. നീ മിന്നായം പോലെ വന്നു പോകുന്നു, മിന്നായം പോലെ വന്നു പോകുന്നത്. വാഴായി വാഴായി വാഴീറേ. ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ കളിക്കൊക്കെ അസൂയൊക്കെ തോന്നും. ഒരു കാര്യമില്ല, ഫാമിലി മക്കളും പെണ്ണുമ്പിള്ളയും ഭർത്താവും ഒക്കെ ഉള്ളൊരു ജീവിതം അത് വേറെ ഒരു വെറൈറ്റിയാണ്. അല്ല ഇവിടെ വെടിപ്പടക്കം വെക്കുന്നതാണുള്ള പടകശാല അല്ലല്ലോ. പറഞ്ഞു വീഴല്ല, നീ തന്നെ. ശരി എന്നാ ഇവിടെ സംഭവിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. ഇത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണം കേട്ടോ. ഇതെന്തോ വലിയ സംഭവം. അത് കഴിഞ്ഞിട്ട് ഇവിടെ പഴയകാല ജന്മികളുടെയും മാടമ്പിമാരുടെയും ഈർച്ചയ്ക്ക് അടിയറവ് വെച്ച് പട്ടാളക്കാരെയും ബ്രിട്ടീഷ് പോലീസുകാരുടെയും തോക്കുകൾക്കും പീരങ്കികൾക്കും വെടിയുണ്ടകൾക്കും ഇരയായ തുണിയില്ലാത്ത അണ്ണന്മാരും പാല് കുടിക്കുന്ന കുഞ്ഞും ശുന്യ കാണിച്ചിട്ടുണ്ടെങ്കിൽ തെരുത്താത്തയുടെ മകനും തെരുത്താത്തയുടെ മക്കളും എല്ലാവരും ഉണ്ട്. എല്ലാവരെയും നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. അടിയടാ തായോടി എന്ന് പറയുന്നത് അയാള് അവിടെ ഉടുപ്പ് വലിച്ച് കീറാന്നാന്ന് പറയാം. കൈ കൊണ്ടിട്ട് നിൽക്കുന്ന പെണ്ണുങ്ങളുടെ നേരെ പറയാം വലിച്ച് കീറാ അവിടെ ഉടുപ്പ്. അപ്പോൾ ഇയാൾ പറയാം വേണ്ടെണ്ണ ശരിയാവത്തില്ലെന്ന്, പോലീസുണ്ട് വേണ്ടെണ്ണ. അവിടെ വേറെ ആൾക്കാർ കൊടിയൊക്കെ പിടിച്ച് സമരം ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. നമ്മൾ ക്ലബ് ഹൗസിലാണോ? അല്ല, നമ്മൾ PK ദിവാകരൻ സ്മാരകത്തിലാണ് നമ്മളുള്ളത്. സുഹൃത്തുക്കളെ, ഈ സ്മാരകം എന്ന് പറയുന്നത് ഇച്ചിരി വലിയ സ്മാരകമാണ്. നമ്മുടെ കൊല്ലത്തുള്ളതിൽ വെച്ച് ഇച്ചിരി നല്ലൊരു സ്മാരകമാണെന്ന് തോന്നുന്നു. ഇച്ചിരി രാത്രി ഞങ്ങൾ ശരി പകൽ പിന്നൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ.